വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജി കമ്പനി സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും 2015-19 കാലയളവിൽ വായ്പയായി കൈപ്പറ്റിയ തുക തിരികെ നൽകിയോ എന്നതിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് പരാതി കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗം ഷോൺ ജോർജാണ് കമ്പനികാര്യ മന്ത്രാലയത്തിന് പരാതി നൽകിയത്. പ്രദീപ് ജോസഫ് ഉണ്ട്. പ്രദീപ്, ഇന്ന് തന്നെ ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ അന്വേഷണം ഇതിലുണ്ടാകണമെന്നാവശ്യപ്പെട്ട് രംഗത്ത് വന്നിരിക്കുകയും പരാതി പോവുകയൊക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ എന്താണ് പുതിയ ഈ കമ്പനികാര്യ മന്ത്രാലയത്തിലേക്ക് ഈ വിഷയവുമായി സമീപിക്കുമ്പോൾ എന്താണ് ആവശ്യം? എക്സാലോജിക്കും CMRL കമ്പനിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായ ഷോൺ ജോർജ് നേരത്തെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. ഇതിനെ തുടർന്ന് കേന്ദ്ര കമ്പനികാര്യ വകുപ്പ് 3-അംഗ സമിതിയുടെ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അന്വേഷണം മാത്രം കൊണ്ട് പര്യാപ്തമാവില്ല, മറിച്ച് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം വീണ്ടും ഉപഹർജി കൊടുത്തിരുന്നു. ഇതിനിടെയാണ് കേന്ദ്ര മന്ത്രാലയത്തിന് അല്ലെങ്കിൽ കമ്പനികാര്യ വകുപ്പിന് മറ്റൊരു പരാതിയുമായി ഷോൺ ജോർജ് എത്തിയിരിക്കുന്നത്. ഇത് പ്രകാരം 2015 മുതൽ 2019 വരെയുള്ള കാലയളവിൽ മുഖ്യമന്ത്രിയുടെ മകളുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനി ഏതാണ്ട് 75,50,80,000 രൂപ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് കൈപ്പറ്റിയിരുന്നു. വായ്പയായാണ് ഈ പണം കൈപ്പറ്റിയത്. ഈ പണം തിരികെ നൽകിയോ എന്നത് സംബന്ധിച്ച് അന്വേഷണം ആവശ്യമാണ് എന്ന് കാണിച്ചാണ് ഷോൺ ജോർജ് കമ്പനികാര്യ മന്ത്രാലയത്തിന് പരാതി നൽകിയിരിക്കുന്നത്. കാരണം 2015 മുതൽ 2019 വരെയുള്ള കാലയളവിൽ വാങ്ങിയ പണം ഇനിയും തിരികെ നൽകിയിട്ടില്ല എങ്കിൽ അത് എന്തുകൊണ്ടാണ് എന്ന് അന്വേഷിക്കണം. മാത്രവുമല്ല, ഈ പറയുന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൻ്റെ പ്രൊമോട്ടർമാർ എന്ന് പറയുന്നത് CMRL കമ്പനിയുടെ ഉടമസ്ഥർ തന്നെയാണ്. അതുകൊണ്ട് ഈ രണ്ട് പരാതികളും തമ്മിൽ അല്ലെങ്കിൽ ഈ രണ്ട് വിഷയങ്ങളും തമ്മിൽ പരസ്പരം ബന്ധമുണ്ട്. ഈ ബന്ധത്തെക്കുറിച്ച് കൂടിയുള്ള ഒരു അന്വേഷണമാണ് തത്വത്തിൽ ഷോൺ ജോർജ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിനാണ് ഇത് സംബന്ധിച്ചുള്ള പരാതി നൽകിയിരിക്കുന്നത്. ശരി, പ്രദീപ് ജോസഫാണ് വിവരം നൽകിയത്.